അറിഞ്ഞില്ലേ നിങ്ങള്? ബിഗ് ബോസിന്റെ ഇതുവരെ 7 സീസണിലും ഏറ്റവും യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ്. ഓക്കെ, താങ്ക് യു. ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഇറങ്ങിയിട്ട് കരഞ്ഞില്ല. വെരി ഹാപ്പിലി യു കെയിം ഔട്ട്. ഞാനൊരു സംഭവം തന്നെ അല്ലയോ. റെന എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ്? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്തുകൊണ്ടായിരിക്കും റെന എവിക്റ്റ് ആയിട്ടുണ്ടാവുക? എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സേഫ് ഗെയിമർ ആയി പോയോന്ന് സംശയം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്റെ. ഇത്രയും ചെറിയ കുട്ടിയാണ് എന്നുള്ളതിന്റെ എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടായിരുന്നോ? അത് താൻ എനിക്കിട്ടത് താങ്ങിയതാണല്ലോ. കൊറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോ എന്റെ ഒപ്പീനിയന് അധികം മാനിക്കൂലായിരുന്നു. പിന്നെ സംസാരിക്കുമ്പോ ആരും അങ്ങനെ വക വെക്കൂല, മൈൻഡ് ആക്കൂലായിരുന്നു. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. മറ്റേ തരത്തിൽ പോയി കളിക്കും. അതെ, തരത്തിൽ പോയി കളിക്കുന്നു. ഇതിനൊരു അവസാനവും ഇല്ലേ? റെനയുടെ ശബ്ദം ഭയങ്കര ഹൈ ഡെസിബിൾ സൗണ്ട് ആണ് അല്ലേ? മോനെ എന്നെ എന്നോട് കുറച്ച് മുമ്പ് പറഞ്ഞു എന്റെ ശബ്ദത്തിന് ആൾക്കാർ കുറ്റം, അതൊരു ബാധ്യതയായി പോയോ? എനിക്ക് തോന്നി ഞാൻ കുറച്ച് ഓവറായില്ലേ, മോശമായി പോയി. പിന്നെ ജിഷിൻ ചേട്ടൻ വന്നതിന് ശേഷം ഇവളെ സൗണ്ട് കേട്ട ടി വി മ്യൂട്ടാക്കി വെക്കുന്നു. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? റെനയ്ക്ക് മനസ്സിലായില്ല, അത് റെനെ ഭയങ്കരമായിട്ട് താഴ്ത്താൻ വേണ്ടി പറഞ്ഞു. അവിടെ വരുന്ന എല്ലാരും കണ്ടസ്റ്റൻസ് അല്ലേ? പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്ന് ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ. ഓക്കെ, ആരൊക്കെയോ സിർലക്കമ്മായി എന്നൊക്കെ വിളിച്ചിരുന്നു അല്ലേ? അതെ. ആണോ? അല്ല, എനിക്കറിയാൻ തന്നെ ചോദിക്കും, എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? പന്നപ്പത്തൊടെയാണല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നതാണോ? ഈ വഴക്കാണോ നിങ്ങൾ കണ്ടിട്ടായിട്ട് വിചാരിക്കുന്നത്? അല്ല, വഴക്ക് ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുക. റെന എന്ത് കണ്ടന്റാ കൊടുത്ത? ഞാനെന്ത് ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. എനിക്ക് പലപ്പോഴും തോന്നിയതേ റെന ഇങ്ങനെ ഇരിക്കുമ്പോ ചോയ്യോ ഞാൻ ഇന്ന് കണ്ടന്റ് കൊടുത്തില്ല, പോയി 4 കണ്ടന്റ് കൊടുത്തു. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ? പിന്നെ നാണക്കെടുത്തി. കണ്ടന്റ് ഇങ്ങനെ എന്ത് കണ്ടന്റ് റെന കൊടുത്ത? ചപ്പാത്തിക്കല്ലി കണ്ടന്റ് ഒന്ന്. പിന്നെ എനിക്കറിയൂല, ഇങ്ങനൊക്കെ ചോദിച്ചാൽ. ഇവിടുന്ന് നമ്മളോട് പറഞ്ഞു പോയത് എന്താ, ജെൻസി കിഡ്സ് എന്താണ്, ജെൻസി കിഡ്സിന്റെ മെന്റാലിറ്റി എന്താണ്, ഭയങ്കര ഞങ്ങളുടെ ജീവിതം എന്താണ് എന്നൊക്കെ പഠിപ്പിക്കും. ഒന്നും കണ്ടില്ല. അവസാനം ജെൻസി കിഡ് അയ്യോ എന്റെ ബോയ്. ആക്ച്വലി വാട്ട് ഇസ് എ ജെൻസി തോട്ട്? അതല്ല ഉദ്ദേശം. അറിയില്ല എന്തൊക്കെയായിരുന്നു ഈ ജെൻസി കിഡ് അവിടെ പോയിട്ട് ജെൻസി കിഡ് ഇപ്പൊ 90 ഓവർ റൂഡായാലും ഇവർക്ക് സ്റ്റാർ കൊടുക്കണ്ട. ഈ ലുക്കിലും ഫീലിലും എന്ത് റൂഡാണ്. കിട്ടിയല്ലോ, വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഏറ്റവും സ്ട്രേറ്റ് ഫോർവേഡ് ആരാ? സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ആരും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ വഴിയില്ലോ. എന്നാലും പക്ഷെ അനീഷേട്ടൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. സ്ട്രേറ്റ് നോക്കിയിരിക്കുന്ന ആളല്ലേ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. സീസൺ 7 റെന എന്ന് പറയുമ്പോ എന്തായിരിക്കും ആൾക്കാർ ഓർക്കുണ്ടാവുക? സീസൺ 7 റെന ചൊറിയമ്പുഴുന്നാണ്. എന്റെ അമ്മയെ നാട്ടിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. ഫസ്റ്റ് ഡെസിബിൾ സൗണ്ട് റെന. റെന എങ്ങനെ ഇരിക്കും? കുറച്ച് അയ്യോ കണ്ടന്റ് കൊടുക്കണ്ടേന്ന് പറഞ്ഞ് ചാടിപ്പോയി 2 കണ്ടന്റ്, ഒരു ചപ്പാത്തി കണ്ടന്റ്, 2 അടുക്കള, അടുത്ത ഒനിയില്. റെന എന്താണ് ഈ 50 ദിവസം കൊണ്ട് അവിടെ നിന്ന് എടുത്തത്? ഞാൻ കൊറേ പേഷ്യന്റ് ആവാന് കണ്ടു കഴിഞ്ഞ ആഴ്ച. ഒരു കയ്യബദ്ധം നാറ്റുക. ഞാൻ പോകുന്നു. ബൈ ബൈ.